ഈ ലാസ്റ്റ് വീക്കെൻഡിൽ ഈസ്റ്റ്ബോണിൽ ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല, നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് കാണാൻ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഏകദേശം 3:30 കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. 9 മണിക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്തതാണ്. 5 മണി 5:30 വരെ എക്സിബിഷനുള്ളൂ. റോഡിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ ടെൻറ്റൊക്കെ കെട്ടി ഇവർ ഷോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഹാൻഡ് മെയ്ഡ് ഹാൻഡ് ക്രാഫ്റ്റ് ഷോപ്പുകളാണ്, ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക് ഷോ നടക്കുന്നുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ് അങ്ങോട്ട്. പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ പിന്നെയും ഇതൊരു ഫേസ് പെയിൻറ്റിൻ്റെ ഷോപ്പാണ്, അവിടെ വന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഇത് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് ഒരു റെസിൻ ആർട്ടിൻ്റെ ഷോപ്പാണ്. ജ്വല്ലറി ഐറ്റംസ് ഉണ്ട്, മറ്റ് പല റെസിൻ ആർട്ട് വർക്കുകളുണ്ട് ഇവിടെ. അതുകൂടാതെ അവർ ഓർഡർ എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ പിന്നെയും നടക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു ടെമ്പററി ടാറ്റു, ഗ്ലിറ്റർ ടാറ്റു ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവരത് ക്ലോസ് ചെയ്യാൻ തുടങ്ങുകയാണ്, ഏകദേശം 5 മണി കഴിഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്നൊന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞൊരു ഐ ലവ് യൂണിക്കോൺസ് എന്നുള്ള ഒരു സ്റ്റിക്കർ ചൂസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് അവർ ഗ്ലൂ വെച്ചതിന് ശേഷം നമുക്ക് കളർ ചൂസ് ചെയ്യാം. കുറച്ചൊരു പർപ്പിൾ കളറും ഒരു ഫ്ലൂറസൻ്റ് എല്ലോ കളർ ചൂസ് ചെയ്തു. അപ്പോൾ അത് ഇട്ടതിന് ശേഷം അവരിത് സ്റ്റിക്കർ എടുത്തു. വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ കാണുന്നത് ഞങ്ങളുടെ നെയ്ബറിൻ്റെ ഷോപ്പാണ്. ആളും ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആളാണ് പറഞ്ഞത് ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ടെന്ന്. ഇപ്പോഴത്തെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ വയ്യ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഏകദേശം ഷോപ്പുകളെല്ലാം അടച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോയി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഏകദേശം 6 മണിയോട് കൂടി ഞങ്ങൾ ഇറങ്ങി. മാളിലും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങി. ഇനി നല്ലൊരു ദിവസമായിരുന്നു.